ക്രിസ്മസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അത് പോറായിരുന്നു. ചേട്ടാ, ഈ മണിയൻ ചേട്ടന്റെ വീട് ഏതാണ്? ഏത് മണിയൻ? ഇവിടെ കെട്ടാര മണിയനില്ലേ? കാണേണ് എടച്ചക്ക, നീ ആ കാണുന്ന ആരോ മാർക്ക് നോക്കടാ. മണിയനിപ്പോ ഇവിടെയാണ്. ഞാൻ കല്യാണം കഴിച്ച ഒരു വീട്ടമ്മയാണ്. എനിക്ക് 2 മക്കളാണ്. എന്നാതല്ല കിടന്ന് കൂണത്. ഓ എൻ്റെ പൊന്നോ. എന്നാ പറ. ഈ ഓണത്തിനെങ്കിലും ഒരു സെറ്റ് കൊണ്ട് വാങ്ങി താടാ. പിന്നെ തള്ള ഈ പ്രായത്തിൽ സെറ്റും കൊണ്ട് കൊടുത്ത് തിരുവാതിര കളിക്കാൻ പോവല്ലേ? അടുത്ത ഓണത്തിന് ഞാൻ ഇല്ലെങ്കിലോടാ. ആ, എല്ലാ ഓണത്തിനും ഇത് തന്നെ പറഞ്ഞേ. ദേ, മര്യാദയ്ക്ക് അവിടെ കിടന്നോ, ഇല്ലെങ്കിൽ ഞാൻ ഗുരുവായൂർ നടയെ കൊണ്ട് ഞാൻ കളയും. പറഞ്ഞേക്കാം. അതും തീർന്നു. എന്തിനാ എന്നോട് ഇന്നലെ വരാൻ പറഞ്ഞിരുന്നേ. ആര്, ഞാനോ? എന്തിന്? കതിനെ പൊട്ടിക്കാൻ പഠിക്കാനേ. ഓ, അത് നീയായിരുന്നല്ലേ? ദക്ഷിണ കൊണ്ടുണ്ടോ? ആ, എന്നാ കയറുക. 35 വയസ്സായ സംശയം പിന്നെ തരില്ല. ദക്ഷിണ മേടിക്കട്ടെ. ദക്ഷിണ അങ്ങ് എടുക്കണം. ഇനി അത് എടുക്കാൻ പ്രത്യേകം പറയണോ? ഇതെന്നാടാ, ഇത് വല്ല പണ്ണാരക്കുറ്റിയും കുത്തി പൊളിച്ചാണോ? അല്ല, കുടുക്കൊട്ടിച്ചാണ്. മിടുക്കൻ. കൊടുക്കെങ്കിൽ കൊടുക്ക. കള്ളനിറങ്ങണ സമയമാണേ. നീ ഒരു കാര്യം ചെയ്യ്, നാളെ അമ്പലപ്പറമ്പിലോട്ട് വാട്ടോ. ശരി. 5. പിന്നെ നീ ഒന്ന് നിന്നേ. എൻ്റെ കയ്യിൽ ഈ ചില്ലറ എണ്ണ മെഷീനൊന്നുമില്ല, നോട്ട് മതി. അതാകുമ്പോൾ മെഷീൻ ഒരുപാട് പേരുടെ കയ്യിലുണ്ട്. പോകോ. ദൈവം വേണം. തള്ളാനും കണ്ടു കഴിഞ്ഞാൽ വടക്കം പോലെയും കൊമ്പും മേടിക്കാൻ പറയും. തള്ളേ. കൃഷ്ണ, കരിമനയിൽ ജയം വേണ്ടല്ല. ഈ പുള്ളിക്ക് എന്നാ പറ്റിയ? ഇതെന്ത് പറ്റിയ? ഒന്നും പറയണ്ട ആശാനെ. ദൈവത്തിനൊന്ന് കൈകൂപ്പി തൊഴുതാണ്. ആനാ ദൈവം കൈകിട്ട് തല്ലിയോ? ശരി ശരി, ചെല്. അപ്പൻ്റെ പ്രായമുള്ളവനെ പിടിച്ച് അസിസ്റ്റന്റ് ആക്കുകയും ചെയ്തു. ഒന്നും പറയാനും പറ്റണില്ല. ആശാനെ, ഇത് പഠിക്കാൻ എത്ര നാൾ വേണ്ടി വരും? 1 കൊല്ലം. നല്ല കാശലുമുണ്ട്. നീ വന്നേ. ഇല്ല, എന്നാ ഞാൻ അങ്ങോട്ട് വരാം. എൻ്റെ അടുത്താ കളി. ആശാനെ, ഈ വെടിക്കെട്ടാരെന്തിനാ എപ്പോഴും വീഡിയോ വിളിക്കണത്? അത് എളുപ്പത്തിന് തീ കൊടുക്കാനടാ. ദേ ഇങ്ങനെ. അപ്പൊ ഞാൻ ആദ്യം വീഡിയോ വലിക്കാൻ പഠിക്കണല്ലേ? എന്തിനാ ബീഡി വലിക്കണേ? കഞ്ചാവ് വലിക്കടാ. നിന്റെയൊക്കെ പ്രായത്തിലുള്ളവന്മാര് തുടങ്ങണ തന്നെ അതിനകത്താ. പുഷ്പൻ, ചെറിയ വെടി 2. ചെറിയ വെടി 2 അല്ലേ? എനിക്കറിയാം. എന്താ ചെയ്യല്ലേ? മരുന്ന് കുറച്ചിട്ട് നിന്നോട് ഉമ്മിക്കരിയിടാനല്ലേ പറഞ്ഞത്? അത് തന്നെ ഇട്ടോണ്ടിരിക്കണത്. ഇരിക്കടാ. ആശാന്റെ ഒപ്പം കസാരയിലിരിക്കാനാണ് പാടില്ലാത്തത്. ആൽത്തറയിലിരിക്കാം. ഇരിക്കേ. അയ്യോ, ഇത്ര എളിമ വേണ്ട. ഇത് പഠിച്ചു കഴിയുമ്പോൾ എൻ്റെ നെഞ്ചത്തേരുന്ന് പടക്കക്കട ഉറങ്ങാനിരിക്കുന്ന ആളല്ലേ? ആശാനെ, ആശാനെ, അത് പൊട്ടിയില്ലല്ലോ. അത് പൊട്ടിക്കോളും. അതെപ്പോ പൊട്ടും? അടുത്ത വാവിന്. നിന്റെ അണ്ണാക്കിലൊന്നും അല്ല അതിരിക്കണേ. അതിനറിയാം കൃത്യസമയത്ത് പൊട്ടാൻ. ചേടാ, ഇതിപ്പോൾ പഠിക്കാൻ വന്നവൻ ഇപ്പം എന്നെ പഠിപ്പിക്കുകയാണോ? ഡാങ് വന്നേ. പണ്ട് ഗാന്ധിജി കേരളത്തിൽ വന്നപ്പോൾ കഥന പൊട്ടിച്ച ആരാ? നീ ഞാനാ. കറക്റ്റ് സമയത്ത് പൊട്ടി. അതാണ്.
മുരിങ്ങത്തറയിൽ ഗോപാലൻ വലിയോടി 5. ഓ എണ്ണം കൂടുതലാണല്ലോ. ഞാൻ ചെന്നില്ലെങ്കിൽ അവൻ മുഴുവൻ പൊട്ടിച്ച് എനിക്ക് നഷ്ടം വരുത്തും. നീ എങ്ങോട്ടേ പോണേ? അവിടെ നിൽക്കണ അവിടെ. പണക്കം പൊട്ടിക്കാൻ വേണ്ടി പോണു. കഥനെക്കുറ്റി വെച്ചൊരു ഏറിയല്ല. ഇതെന്തേലും നടക്കുമെന്ന് പോയെ. മൊത്തം ഇപ്പൊ എത്ര ഉണ്ട്? ഇത് മൊത്തം 7 എണ്ണം. 1 2 3 4 ബാക്കി 2 പണിയിപ്പുണ്ട്. ഇത് മൊത്തം നിറച്ചേക്കണോ? ഇത് മൊത്തം നിറച്ച് വെച്ചേക്കാണ്. പണി വളിയാനെ. ഇതിന്റെ കാര്യം ഞാൻ 2 പണിയിപ്പുണ്ടല്ലോ. ഞാൻ പറഞ്ഞിട്ട് പൊട്ടിക്കാൻ മതി കേട്ടോ. ആ ഇല്ല പ്രായം നോക്കില്ല, എൻ്റെ കയ്യിൽ നിന്ന് പൊട്ടിയിട്ട് കിട്ടും. എന്നെ പിച്ചെടുപ്പിക്കാൻ എന്റെ പുറകെ കൂടിയൊക്കെ. ആശാനെ ഈ കയ്യിൽ വെച്ച് കഥനൊട്ടിക്കോന്ന് പറഞ്ഞ ശരിയാണോ? കയ്യിലാ ഡാ നിങ്ങോട്ട് നോക്കിയേ. എന്ത്? എടാ നാക്കിന്റെ തുമ്പത്ത് വെച്ച് കഥന പൊട്ടിക്കും ഞാൻ. മനുഷ്യനിപ്പോ ഒരു കാര്യം പറയാൻ പറ്റാത്ത അവസ്ഥയായി പോയല്ലോ. ഒച്ചയിലാണ്ട് കഥന പൊട്ടിക്കണം. നീ കഥടാ. അല്ല നീ എന്തിനാ ഈ കഥന പൊട്ടിക്കാൻ പഠിക്കണേ? നിന്റെ പ്രായത്തിൽ പഠിക്കാൻ വേറെ എന്തൊക്കെയുണ്ട്? ഏയ് വെറുതെ. വെറുതെ ഒന്നുമല്ല. പറയടാ. ഒന്നുമില്ല ആശാനെ, വെറുതെ. വെറുതെ ഒന്നും അല്ല മോനെ. നിന്റെ മുഖം കണ്ടാ അറിയാലോ. പറയണ കാണിക്കാതെ. അതെ, ഞങ്ങളുടെ നാട്ടിലൊരു പെണ്ണുണ്ടേ. അപ്പൊ അവളുടെ മുന്നിൽ കാണിക്കാൻ. അവളുടെ മുമ്പില് നിനക്കൊന്ന് ആളാവണം. ലൈനാക്കാനാ എടാ വീര. അപ്പൊ അതാണ് കാര്യം. എടാ ഇതൊക്കെ നേരത്തെ പറയണ്ടേ? ചുരുക്കി പറഞ്ഞ നിന്റെ ഈ ഉണക്ക പ്രേമത്തിന് ചൂട്ടും കത്തിച്ചോണ്ട് ഞാൻ മുമ്പേ നടക്കണം അല്ലേ? എഴുന്നേക്കടാ. ചില്ലറ പൈസ ആയിട്ട് വന്ന നീ ചില്ലറക്കാരനല്ലടാ. മേലെ നിന്നെ ഈ പരിസരത്ത് കണ്ട കാലിന്റെ ചിരട്ട ഞാൻ തല്ലി പൊട്ടിക്കും കേട്ടോടാ. വിക്സ് ഗുളിക മോറ. അവന്റെ നോട്ടം നോക്കി. വലിയ വെടി 9. 9 വെടിയോ? ഞാനിന്ന് വെടിവെച്ച് ചാകും. വെടിമരുന്ന് കുറച്ചല്ലേ ഇട്ടേക്കണേ, ഉമ്മിക്കൊരു കൂടുതലും. തൊടയൊക്കെ കാണിച്ചിരിക്കാൻ ഇയാൾ ഷക്കീലയാണോ? ആശാനെ നീ ഇതുവരെയായിട്ടും പോയില്ലേ? ഞാൻ കാശ് കൂടുതലരാ. പിന്നെ കാശ് കൂടുതൽ വരാന്ന് പറയുമ്പോഴത്തേക്ക് നിന്റെ എല്ലാ തോന്നിവാസനും കൂട്ടി നിൽക്കുന്നു കരുതിയോ? ഒന്ന് പോർക്ക അവിടെ നിന്ന്. എന്ത് ധൈര്യത്തിലാണ് നീ ഈ മുഖം വെച്ച് പെണ്ണിനെ വിളക്കാൻ ഇറങ്ങിയത്? ഉമ്മിക്കരി ശരിക്കും ഇട്ടിട്ടുണ്ടല്ലോ അല്ലേ? നടക്കാത്ത കഥനായിട്ടുള്ള പോക്കണ്ട കാരണന്മാരെ. അയ്യോ ഭഗവാനെ പൊട്ടിച്ചേക്കണേ. ഇത് പൊട്ടിയത് തന്നെ. അയ്യോ ആശാൻ അവിടെ നിൽക്കുകയാണോ? ഇങ്ങോട്ട് പറക്കൊന്ന് വെക്കണോ? ഒരിക്കലും മനുഷ്യൻ തിന്നുന്നല്ലോ. എന്തിനുള്ള പുറപ്പെടാൻ പോലും. ഡാ നീ ഇതിനകത്ത് ചാടി ചാവാൻ പോണോ? അല്ല നീ എന്നെ കുറിച്ച് എന്നെ വിചാരിച്ചേ? കേവലം പൈസ കണ്ട കണ്ണു മഞ്ഞളിക്കുന്ന ഒരു ആശാന ഞാനൊന്ന് നീ തെറ്റിദ്ധരിച്ചോ? എങ്കിൽ നിനക്ക് തെറ്റി. നീ എത്ര രൂപ വരും? 2000 രൂപ വരാ. 2000? പഴയ നോട്ടായിരിക്കും. പുതിയ നോട്ട്. പുതിയ നോട്ട് 2000. നീ എനിക്ക് തരും. ഞാൻ അതുകൊണ്ട് പട്ടിക്ക് മുഴുവൻ തേങ്ങ കിട്ടിയാൽ 1 മാസം അങ്ങോട്ടും ഇങ്ങോട്ടും തെക്ക് വടക്ക് നടക്കണം. 100ന്റെ നോട്ട് തരാൻ പറ്റുമോ? പറ്റുമോ? എന്നാ നീ ഒരു കാര്യം ചെയ്യ, കാശ് ഇങ്ങോട്ട് നാളെ വാ കേട്ടാ. പൊക്കോ. എടാ നിന്നേ, നീ കാശ് തരാന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഐശ്വര്യമായിട്ട് നീ ആ കഥനക്ക് തിരി കൊളുത്തിട്ടങ്ങ് പോക്കോ. എന്തായാലും നീ കാശ് ഇങ്ങോട്ട് വരില്ലേ? വാ. ഐശ്വര്യമായിട്ട് ആ പന്തം കൊടുത്ത്. എടാ എന്നെ കൊളുത്താനല്ല, കഥനക്ക് തിരി കൊളുത്താൻ. ആ ചെല്ല്. ഇതുപോലത്തെ മണ്ടന്മാര് ഈ നൂറ്റാണ്ടിൽ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ? ഒരു പെണ്ണിനെ വളയ്ക്കാൻ വേണ്ടി ഇതേ കഥനയൊക്കെ പൊട്ടിക്കാൻ പഠിക്കാൻ വന്നേക്കണം. ഇവനൊക്കെ കാളവണ്ടി യുഗത്തിലാണോ ജീവിക്കണത്? കാളവണ്ടി യുഗത്തിലാണോ കാശില്ലാത്ത യുഗത്തിലാണോ എന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷെ അവനെല്ലാം ബുദ്ധിയുണ്ട്, വക്രബുദ്ധി. ആന വെടിക്കെട്ടുകാരന്റെ മോളെ വളക്കാൻ പിന്നെ വേറെ എന്തുവാ ഞാൻ പഠിക്കേണ്ടത്? വെടിക്കെട്ടുകാരന്റെ മോളോ? അവൻ വളക്കണതേ വേറെ ആരല്ല, ആശാന്റെ മോളേന്.